രാഹുൽ സഭയിൽ വരാതിരുന്നാൽ ഞാൻ ഒലത്തും. വി ഡി സതീശൻ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് കുറെ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി. വരും ദിവസങ്ങളിൽ ഞെട്ടും, ബോംബ് പൊട്ടിക്കും. അവസാനം ബോംബും പൊട്ടിയില്ല. തിരിച്ചാളുകൾ പറഞ്ഞു തുടങ്ങി നീ ഞൊട്ടും എന്ന്. സതീശന്റെ പ്രഖ്യാപനങ്ങൾ കേൾക്കുമ്പോൾ ആളുകൾ ഇപ്പോൾ ചിരിക്കുക. കാരണം ഇത് കുറെ കേട്ടിട്ടുണ്ട് എന്നുള്ള ഒരവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു, കുന്നംകുളം ലോക്കപ്പ് മർദ്ദനം വന്ന അന്ന് നമ്മൾ കണ്ടു, പിണറായിയുടെ സദ്യ കഴിച്ച് ഇല വരെ നക്കിക്കൊണ്ടിരിക്കുന്ന ആ കേക്കച്ചൻ പ്രഖ്യാപനം നടത്തി, വരും ദിവസങ്ങളിൽ കേരളം നിന്ന് കത്തും, കേരള ചരിത്രത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വമ്പിച്ച പ്രതിഷേധങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവിടെ അരങ്ങേറുമെന്ന്. എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. കുറെ പാവം പിള്ളാരെ അവിടുന്ന് ഇവിടുന്നും ഒക്കെ ഇറക്കി അവരെന്തൊക്കെയോ കാട്ടിക്കൂട്ടാൻ ശ്രമിച്ചു. എങ്കിലും ഒരു ഞെട്ടലും ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. സതീശ, ഇത്രയൊക്കെ ഉള്ളൂ. ഇത് ചെയ്യാൻ ആംബിയർ ഉണ്ടായിരുന്നവനെ പണിഞ്ഞ് അകത്തിട്ടു. ഇന്ന് കൊള്ളാവുന്ന ഒരൊറ്റ യൂത്ത് കോൺഗ്രസ്സുകാർ രംഗത്തിറങ്ങുവാനില്ല. രാഹുൽ മാങ്കുട്ടത്തെ പോലെ ഉണ്ടായിരുന്നവർ, ഷാഫിയൊക്കെ മുൻപന്തിയിൽ നിന്ന് ഇറങ്ങിയിരുന്നുവെങ്കിൽ അവരെ വിശ്വസിച്ച് ആയിരക്കണക്കിന് യുവാക്കൾ കേരളം സ്തംഭിപ്പിച്ചേനെ. പക്ഷെ എന്ത് സംഭവിച്ചു? ഈ കേക്കച്ചൻ വന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഒന്നും സംഭവിച്ചില്ല. വിത്തുകാളയുമായി പ്രകടനം നടത്തിയവരോട് പറഞ്ഞു അത് അവിടെ കൊണ്ട് മഹാരാജി ഭവന്റെ മുന്നിൽ കിട്ടേക്കാൻ. അവസാനം അതിപ്പോൾ കൊണ്ട് കന്റോൺമെന്റ് ഹൗസിൽ കേക്കച്ചന്റെ അടുക്കളയിൽ കൊട്ട കെട്ടേണ്ട ആവശ്യമാണ്. കാരണം കേക്ക് മുറിക്കുന്നതും കേക്ക് നക്കുന്നതും, ദുബായിൽ പോയി അവിടുത്തെ സെക്സ് മാഫിയ റാക്കറ്റിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും എല്ലാം വന്നുകൂടി വിത്തുകാളെ കൊണ്ട് എല്ലാവരും കന്റോൺമെന്റ് ഹൗസിൽ കെട്ടേണ്ട അവസ്ഥയിലാണ്. നാണം കെട്ട ഈ കേക്കച്ചൻ ഇപ്പോൾ വന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാഹുൽ സഭയിൽ വന്നാൽ എല്ലാം തകരും. കാരണം നിയമസഭ ചേരുമ്പോൾ വമ്പൻ പദ്ധതികളാണത്രേ കേക്കച്ചൻ ഒരുക്കി വെച്ചേക്കുന്നത്. ഇത്രയും കാലം 9.5 കൊല്ലം പ്രതിപക്ഷത്തിരുന്നിട്ട് അണ്ണാക്കിൽ പഴവും തിരികെ ഇരുന്നതല്ലാതെ ഇതുവരെ കേരളത്തിലുള്ള ജനങ്ങൾ ഒന്നും കണ്ടിട്ടില്ല. ഇത്തവണ രാഹുൽ നിയമസഭയിൽ വന്നാൽ ആണ് ഇയാളുടെ പ്ലാനും പദ്ധതികളും എല്ലാം പൊളിഞ്ഞു പോകുന്നത്. നമുക്കറിയാം, വളരെ ഞെട്ടിക്കുന്ന വിവരമാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം സംബന്ധിച്ച് 16 മരണങ്ങൾ ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞു. മലിനജലത്തിൽ നിന്ന് മാത്രമല്ല, കുടിവെള്ളത്തിൽ നിന്ന് പോലും പകരുന്നു. തിരുവനന്തപുരം നഗരത്തിൽ മാത്രം 56 പേർക്ക് കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഈ മസ്തിഷ്ക ജ്വരം ബാധിച്ചു. പടർന്ന് പന്തലിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത്, ഇത് സംബന്ധിച്ചുള്ള ഒരു പഠനം നടത്തിയിട്ടില്ല, പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല. പ്രതിപക്ഷം എന്ന് പറയുന്ന ഈ കേക്കച്ചൻ, ഈ കൂട്ടിക്കൊടുപ്പുകാരൻ പാർട്ടിയെ മൊത്തത്തിൽ തൂക്കി വയ്ക്കുവാൻ നടക്കുകയാണ്. ഇതിനൊന്നും പ്രതിരോധിക്കുവാനും പ്രതികരിക്കുവാനും സമയം കിട്ടിയില്ല. ഇതുവരെ പോയി ഞണ്ണാൻ സമയം കിട്ടി, ഇലനക്കാൻ സമയം കിട്ടി, പക്ഷേ ഇതിനെതിരെ ഒന്നും ശബ്ദിച്ചില്ല. അതുപോലെ ലോകമർദ്ദനം, പോലീസ് മർദ്ദനം, എത്ര കഥകളാണ് വരുന്നത്. അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുവാൻ സാധിക്കുന്നില്ല. അതുപോലെ അടുത്ത തെരഞ്ഞെടുപ്പുകൾ പടിവാതുക്കലെത്തി നിൽക്കുമ്പോൾ സർക്കാർ ഫണ്ടെടുത്ത് ഒരു പ്രൊമോഷൻ മോഡൽ പല പരിപാടികളും ഇവന്റുകളും സംഘടിപ്പിക്കുന്നു. ഇതിനെതിരെ പ്രതിഷേധിക്കുവാൻ ഇവന് സാധിച്ചില്ല. എന്തിന്? രാഹുൽ ഗാന്ധി ഊണുമുറക്കമില്ലാതെ ഓടി നടക്കുകയാണ്. വോട്ട് കൊള്ളയെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ഓടി നടക്കൽ ഈ കേരളത്തിൽ ഇവന്മാർ നാളിതുവരെയായി ഈ വോട്ട് കൊള്ളയെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധവൽക്കരിക്കുന്ന രീതിയിൽ എന്താണ് സംഭവിച്ചത്? രാഹുൽ ഗാന്ധി എന്തിനു വേണ്ടിയാണ് ഇത്രയും എഫേർട്ട് എടുക്കുന്നത്? എന്താണ് സംഭവിക്കുന്നത്? ഇതിൻ്റെ ദുരന്തം എന്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ എന്തെങ്കിലും ഒരു പരിപാടി ഇവന്മാർ ഇതുവരെ ആസൂത്രണം ചെയ്തോ? അതൊന്നും ആസൂത്രണം ചെയ്യാതെ തങ്ങളുടെ അണികളെ പോലും പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശേഷിയില്ലാത്ത, പ്രാപ്തിയില്ലാത്ത, ശ്രദ്ധയില്ലാത്ത ഈ നാണം കെട്ടവന്മാരാണ് ബൂത്ത് തല അടിസ്ഥാനത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരെക്കെല്ലാം എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി നടപടിയെടുത്തത് എന്ന് വിശദീകരിക്കുവാനുള്ള നാണം കെട്ട ഗതികേടിലേക്ക് തരം താന്നുപോയി ഈ നാണം കെട്ടവന്മാർ.
സ്വന്തം യുവനേതാവിനെതിരെ പാർട്ടി എന്തുകൊണ്ടാണ് നടപടിയെടുത്തത് എന്ന് ലോകമെമ്പാടൊന്നും മുറവിളി ഉയരുകയാണ് ഇവന്മാർക്കെതിരെ. ആ മുറവിളി ഉയരുമ്പോൾ ഈ നാണം കെട്ടവന്മാർ എന്തുകൊണ്ടാണ് തങ്ങൾ നടപടിയെടുത്തതെന്ന് അവർക്ക് വിശദീകരണവും സ്റ്റഡി ക്ലാസും ക്യാപ്സൂളും കൊടുക്കാൻ പോവുകയാണത്രേ. എടാ, നീയൊക്കെ എന്ത് തെളിവെടുത്ത് കൊടുക്കും? എന്ത് കൊടുക്കും? രാഹുൽ നിന്റെ വീട്ടിലെ അടുക്കളയിലാണോ കയറിയത്? ഇങ്ങനെ ചോദിക്കില്ലേ പ്രവർത്തകർ? ഇത്രയും ഗതികെട്ട അവസ്ഥയിൽ നിൽക്കുമ്പോഴും നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചു KPCC അധ്യക്ഷ സ്ഥാനത്ത് ആ കെ സുധാകരനെ പോലെയുള്ള നട്ടലുള്ള ഒരു ആണൊരുത്തനുണ്ടായിരുന്നു എങ്കിൽ. ഇത് വളരെ ആസൂത്രിതമായി വെറും ഒരു അരമന കിങ്ങിണിയെ കൊണ്ട് ഇരുത്തി ഈ സുധാകരൻ ഇരുന്നപ്പോൾ ഈ കേക്കച്ചന്റെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചിരുന്നു. ഇവൻ ഇത്രയും അഹങ്കാരമില്ലായിരുന്നു. ഇന്ന് ഒരു മൊണ്ണയെ കൊണ്ട് KPCC അധ്യക്ഷ സ്ഥാനത്ത് ഇരുത്തിയിട്ട് ഇവൻ പൂന്ത് വിളയാടി നടക്കുകയാണ്. ഇവന്റെ ആശ്രിതനും അടിമയുമാണെന്ന് നമുക്ക് മനസ്സിലാകും. ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ആലപ്പുഴ കോവാലൻ KC വേണുഗോപാൽ എന്ന കുറുക്കൻ അയാളുടെ എക്സ്റ്റൻഡ് ആമായിട്ട് കൊണ്ട് ഇതാ വെച്ചിരിക്കുകയാണ് ഒരു അരമനക്കൊണ്ടനെ KPCC അധ്യക്ഷനായിട്ട്. അയാളാണ് ഇതിൻ്റെ എല്ലാം പിന്നിലിരുന്ന് ചരട് വലിക്കുന്നത്. ഇവർ പറയുന്നതനുസരിച്ച് ഇവനെ ആടുന്നു. KPCC പ്രസിഡന്റ് പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് അവസാനം ഈ പറഞ്ഞ പോലെ ഈ എന്താ പറയുന്നത്, വെറും പൊട്ടനാണെന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്, വലിയൊരു സംഭവം അവിടെ ഇരിപ്പുണ്ടെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി എല്ലാം KPCC പ്രസിഡന്റ് പറയുന്നു. ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്, അയാൾ പറയുന്നു. അപ്രകാരം കേക്കച്ചൻ പറഞ്ഞ കേക്കച്ചൻ്റെ ആ സ്ക്രിപ്റ്റിനനുസരിച്ച് ആടുന്ന പാവയുടെ ആ പ്രതികരണം ഒന്ന് കേട്ടിട്ട് നമുക്ക് ഉടൻ തിരിച്ചു വരാം. KPCC പ്രസിഡന്റ് അരമന കിങ്ങിണിയുടെ സതീശൻ എഴുതി കൊടുത്ത ആ സ്ക്രിപ്റ്റ് കാണാതെ പഠിച്ച സ്ക്രിപ്റ്റ് വായന ഒന്ന് കണ്ടാട്ടെ. ഈ പ്രതിപക്ഷ നേതാവിനെതിരെ രാഹുൽ മാങ്കൂട്ടൽ വിഷയത്തിലെടുത്ത നിലപാടിനെ തുടർന്ന് സൈബർ ആക്രമണം നേരിടുന്നുണ്ട്. അത് എങ്ങനെയാണ് കാണുന്നത്? ഈ പാർട്ടി പ്രവർത്തകരടക്കം അതിലുണ്ട്. ഞങ്ങള് കോൺഗ്രസ് പാർട്ടി എടുത്ത തീരുമാനം യോജിച്ച തീരുമാനമാണ്. ഞാനും പ്രതിപക്ഷ നേതാവും കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട 25ഓളം നേതാക്കന്മാർ, വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മുൻ പ്രസിഡന്റ്മാർ അവരൊക്കെയായിട്ട് സംസാരിച്ചെടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തെ കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു ഘടകവും, KPCCയുടെ ഒരു ഭാരവാഹിയും ഒരു അംഗവും, 14 ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളിൽ ആരും, 282 ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളിൽ ആരും, 1000-ലധികം വരുന്ന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളിൽ ആരും ചോദ്യം ചെയ്തിട്ടില്ല. ആരും അതിന്റെ പേരിൽ ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങൾ നമുക്കെല്ലാം അറിയാം, ആരുടെയും പൂർണ്ണ നിയന്ത്രണത്തിലല്ല ചില തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ വരുന്നുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നേരത്തെ നമ്മൾ പറഞ്ഞ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. രാഹുൽ ഗാന്ധി ഉയർത്തിയ ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രാണവായുവായ വോട്ടവകാശത്തിന്റെ സംരക്ഷണത്തിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഉന്നയിക്കേണ്ടത്. അതല്ലാതെ ആരെങ്കിലും ചേരിതിരിവുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളിൽ, എതിർപക്ഷത്തിന്റെ ശ്രമങ്ങളിൽ പെട്ടുപോകുന്നുണ്ടെങ്കിൽ അവരെ തിരുത്തണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കാനെത്തുമ്പോൾ സ്വാഭാവികമായും പ്രതിഷേധങ്ങളുണ്ടാകും. കോൺഗ്രസ് സംരക്ഷണം കൊടുക്കുമോ? സ്പീക്കറാണ് സംരക്ഷണം കൊടുക്കുന്നത്. കണ്ടല്ലോ, എന്തോ കേക്കച്ചനും അരമനക്കിണിക്കും ഒരേ സ്വരം. തിങ്കളാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇവന്മാർക്ക് ഏതായാലും അത് തടയാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇപ്രകാരം ഒരു മറുപടി പറഞ്ഞത്. വരുവോ വരാതിരിക്കുവോ ചെയ്യുന്നത് രാഹുലിൻ്റെ ഇഷ്ടമാണ് എന്ന്. കാരണം ഇവർക്ക് വരാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല, തടയാൻ പാടില്ല. അതുപോലെ തന്നെ സ്പീക്കർക്കും ഇദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കേണ്ടുന്നത് അദ്ദേഹം പറഞ്ഞു, കണ്ടോ, സ്പീക്കറുടെ ചുമതലയാണ്, ഞങ്ങൾ കൈവിട്ടു. അതിനകത്ത് പറയുന്നത് ഞങ്ങളുടെ ഒരു സഹായം പ്രതീക്ഷിക്കേണ്ട, സ്പീക്കർ സഹായിച്ചോളുമെന്ന്. ചുരുക്കം പറഞ്ഞാൽ പച്ചയ്ക്ക് കൈവിടുന്നതാണ് നമ്മൾ കണ്ടത്. എന്തായാലും രാഹുൽ ഇതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല. രാഹുൽ വരുമെന്ന് തന്നെയാണ് നമ്മളുടെ പ്രതീക്ഷ. അതുപോലെ വി ഡി സതീശൻ പറയുന്നത്, ഇത് സമൂഹ മാധ്യമത്തിൽ ആരൊക്കെയോ എന്തൊക്കെയോ വിളിച്ചു പറയുന്നതാണ് കേൾക്കുന്നതെന്ന്. വി ഡി സതീശ കഴിഞ്ഞ 17 ദിവസമായി മിഷൻ 60 എന്ന ക്യാമ്പയിനിലൂടെ i2 ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിലൂടെ കേൾക്കുന്നത് ലോകമെമ്പാടുമുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ, പാർട്ടി അനുഭാവികളുടെ, ഓരോ പദവികൾ വഹിക്കുന്നവരുടെ ശബ്ദമാണ് നിങ്ങൾ കേട്ടത്. അവർ അശരീരിയായിട്ടോ അവരുടെ ഐഡന്റിറ്റി മറച്ചു വെച്ചോ അല്ല പറയുന്നത്. അവർ ആരാണ്, എവിടെ നിന്ന് വിളിക്കുന്നു, അവർ
കോൺഗ്രസ് പ്രവർത്തകരാണോ അല്ലയോ, അവരുടെ ഭാരവാഹിത്വം എന്താണ് എന്നൊക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് അവർ അവരുടെ പ്രതികരണങ്ങൾ അറിയിച്ചത്. അത് സമൂഹ മാധ്യമത്തിലിരുന്ന് പണിയില്ലാതെ എന്തൊക്കെയോ പുലമ്പുന്നവരല്ല. അവർ നിങ്ങളുടെ നാറിയ നിലപാടുകളിൽ അവരുടെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുവാൻ വിളിക്കുന്ന ഈ നാട്ടിലെ വോട്ടർമാരാണ്, കോൺഗ്രസ് പ്രവർത്തകരാണ്. സമൂഹ മാധ്യമത്തിലൂടെ എന്തൊക്കെയോ പുലമ്പുന്നവർ എന്ന് നിങ്ങൾ അപമാനിക്കുന്നവർ അവർ ഇവിടുത്തെ ജനങ്ങളാണ്, ഇവിടുത്തെ വോട്ടർമാരാണ്. നിങ്ങൾക്ക് അവരെ അങ്ങനെ പുച്ഛിച്ചു തള്ളുവാൻ പറ്റത്തില്ല. നിങ്ങളുടെ സിൻഡിക്കേറ്റ് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന്, നിങ്ങൾക്ക് PR പണി ചെയ്യുന്നവന്മാരുടെ അടുത്ത് നിന്ന് നിങ്ങൾ പറയുന്നത് അതേപടി ഒപ്പിയെടുത്ത് ഇവർ നൽകുമ്പോൾ അത് അപ്പാടെ എടുത്ത് വിഴുങ്ങുന്നവരല്ല ഇവിടുത്തെ ജനങ്ങൾ. അവർക്ക് വകതിരിവ് വന്നു കഴിഞ്ഞു. സത്യം സത്യമായും അറിയിക്കുവാൻ, യാഥാർത്ഥ്യബോധത്തോടെ സത്യങ്ങൾ വിളിച്ചു പറയുവാൻ, മനസ്സിലാക്കുവാൻ ഇന്നിവിടെ സമൂഹ മാധ്യമങ്ങളുണ്ട്. നിങ്ങൾക്ക് PR പണി ചെയ്യുന്ന മാധ്യമങ്ങളെക്കാളും അവർ വിശ്വസിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇത്രയും ദിവസങ്ങൾ കഴിയുമ്പോഴും, ഈ 17 ദിവസങ്ങൾ പിന്നിടുമ്പോഴും വരുന്ന 10,000-കണക്കിന് കോളുകൾ അതിൻ്റെ തെളിവാണ്. നിങ്ങൾക്ക് അനുകൂലമായി ഒരൊറ്റ കോളുകൾ പോലും ആരെങ്കിലും വിളിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ നിങ്ങളുടെ ഈ PR പണി ചെയ്യുന്ന മാധ്യമങ്ങളുടെ, നിങ്ങളുടെ ബൈറ്റുകളുടെ, നിങ്ങളുടെ പ്രസ്താവനകളുടെ, നിങ്ങളുടെ വാർത്തകളുടെ അടിയിൽ വരുന്ന ആ കമൻറ്റുകളും നിങ്ങളൊന്ന് വായിക്കുക. നിങ്ങൾ അതൊക്കെ ഒരുപക്ഷെ പ്രതിപക്ഷത്തിൻ്റെ സൈബർ വിങ്ങാണ്, അതല്ലെങ്കിൽ നിങ്ങളുടെ എതിരാളികളുടെ സൈബർ പോരാളികൾ ചെയ്യുന്ന കമൻറ്റുകളാണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞേക്കാം, ആശ്വസിച്ചേക്കാം. പക്ഷേ യാഥാർത്ഥ്യം മറിച്ചാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് എത്ര ദിവസം ഇങ്ങനെ ഇത്തരം കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും വിളിച്ചു പറഞ്ഞു നിൽക്കാൻ സാധിക്കും? തെരഞ്ഞെടുപ്പ് പടിവാതുക്കൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹ മാധ്യമത്തിലൂടെ വെറുതെ പുലഭ്യം പറയുന്നവർ, എന്തൊക്കെയോ വിളിച്ചു പറയുന്നവർ എന്ന് നിങ്ങൾ അപമാനിക്കുന്നവർ, അവരുടെ ശക്തി നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നു. അവരുടെ ആ വാക്കുകളുടെ ചൂടിനേക്കാളും വിലയുള്ള അവരുടെ ചൂണ്ടുവിരൽ ഉപയോഗിച്ചുള്ള കൃത്യമായ മറുപടി നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടും. നിങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ പുലമ്പുന്നവർ എന്ന് അപമാനിച്ചവർ ആരാണ്? സതീശൻ്റെ ആ ഒരു ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകിയ ആ ബൈറ്റൊന്നും നമുക്ക് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. സമൂഹ മാധ്യമങ്ങളിൽ ചുമ്മാ ഇരുന്ന് പുലഭ്യം പറയുന്നവരാണത്രേ. നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്ന നിലയിൽ കോൺഗ്രസിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഇല്ല, ഞങ്ങൾ ആരും അഭിപ്രായം പറഞ്ഞിട്ടില്ലല്ലോ അതിനെക്കുറിച്ച്. കോൺഗ്രസിൽ ഒരാളും അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞില്ല. അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. അതാണ് വിവരം. ബാക്കി കാര്യത്തെക്കുറിച്ചൊക്കെ പാർട്ടി തീരുമാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടി പ്രസിഡന്റ് നിങ്ങളെ അറിയിക്കും. അല്ലാതെ ഒരു തീരുമാനവും ഞങ്ങൾ എടുത്തിട്ടില്ല. അതിൻ്റെ അകത്ത് രണ്ടഭിപ്രായത്തിന്റെ പ്രശ്നമില്ല. സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും കയറി വല്ലതും എഴുതിയെന്നും മറുപടി പറയേണ്ട ബാധ്യതയൊന്നും ഞങ്ങൾക്ക് ആർക്കുമില്ല. ഈ 9.5 കൊല്ലം സമയം കിട്ടിയിട്ടും ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ റോളിൽ പ്രവർത്തിക്കാത്ത, ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ സ്വരം ഉയർത്താത്ത, ഭരണപക്ഷത്തിന് യാതൊരു പ്രതിരോധവും ഉയർത്താത്ത നാണംകെട്ട സതീശ, ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തെ തൂക്കിവിറ്റ, മൂന്നാമതും പിണറായി സർക്കാരിന് പരവതാനി വിരിക്കാൻ മുൻകൈയെടുത്ത തനിക്ക് തിങ്കളാഴ്ച എന്തോ ഒലത്താൻ പറ്റും എന്നാണ് നിങ്ങൾ പറയുന്നത്. എത്രയോ അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾ എന്തുണ്ടാക്കി? നിങ്ങൾ എന്ത് ജനങ്ങൾ ഓർക്കത്തക്ക, ജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കത്തക്ക എന്ത് പ്രതിഷേധം നിങ്ങൾ നടത്തി, എന്ത് പ്രശ്നങ്ങൾ നിങ്ങൾ ഉയർത്തിക്കാട്ടി അതിൽ വിജയിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു? ഏതെങ്കിലും ഒരു വിഷയം നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ? എത്രയോ വിഷയങ്ങളുണ്ട്. തിങ്കളാഴ്ച നാണം കെട്ടവനെ നിനക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് പ്രതിരോധം? പിണറായിയെ പോലുള്ള ശക്തനായ ഒരു നേതാവിൻ്റെ ചെരുപ്പ് നക്കി കാല് കഴുകി കുടിക്കുന്ന നിനക്ക് എന്ത് പ്രതിഷേധം ഉയർത്തുവാൻ സാധിക്കും? സ്വയം പരിഹാസ്യനാകുന്ന, കുറെ നാടകം കളിക്കുവാൻ, മാസപ്പടി മേടിച്ച് കൊള്ള മുതലിൻ്റെ അംശം മേടിച്ച് വിഴുങ്ങുന്ന നിനക്ക് നീ കാണിക്കുന്ന നാടകങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ കാണുകല്ലേ? അതിൽ കൂടുതൽ നിനക്ക് എന്ത് തിങ്കളാഴ്ച കാണാൻ സാധിക്കും? രാഹുൽ വന്നാൽ നിനക്ക് എന്ത് പ്രതിബദ്ധമാണ്? നിന്റെ ഫോക്കസ് പോകുന്നു. ഇവിടെ കേരളം ഞെട്ടും എന്ന് പറഞ്ഞതുപോലത്തെ ഉള്ള ഉണ്ടയിലാവിടികളല്ലേ ഇരിക്കുന്നത് കയ്യിൽ. അതുകൊണ്ട് സതീശ, നിങ്ങൾ സ്വയം അപഹാസ്യനായി മേടിച്ച പണത്തിൻ്റെ കൂറ് നിങ്ങൾ നന്നായി കാണിക്കുന്നുണ്ട്. പിണറായി സർക്കാരിന് മൂന്നാമതും വരുവാനുള്ള അവസരമുണ്ടാക്കുവാനായി പാർട്ടിയിലെ യുവനേതാവിനെ തന്നെ അപഹാസ്യനാക്കിയ നാണം കെട്ടവനെ, ഈ പാർട്ടിയെ തൂക്കിവിറ്റ കൂട്ടിക്കൊടുത്ത താങ്കൾക്ക്
ഇതൊന്നും പറയുവാനുള്ള യോഗ്യതയില്ലെന്ന് മനസ്സിലാക്കുക. ഇതെല്ലാം ഇവിടുത്തെ ജനങ്ങൾ കണ്ടു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായി പിണറായിക്ക് വേണ്ടി പണിയെടുക്കുക. നിങ്ങൾ രാഹുലിനെ എത്രത്തോളം കരിവാരിത്തേക്കുവാൻ ശ്രമിക്കുന്നു, അദ്ദേഹത്തെ അകറ്റി നിർത്തുവാൻ ശ്രമിക്കുന്നു, അത്രത്തോളം പിണറായിക്ക് ഉള്ള സാധ്യത നിങ്ങൾ കൂട്ടിക്കൊടുക്കുകയാണ്. ആ മേടിച്ച പണത്തിനുള്ള പണി നിങ്ങൾ നന്നായി നടത്തുന്നു എന്ന് നിങ്ങൾക്ക് സ്വയം അഭിമാനിക്കാം. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കോൺഗ്രസ് പ്രവർത്തകർ, ഈ പാർട്ടിയെ സ്നേഹിക്കുന്നവർ നിങ്ങളെ വെറുതെ വിടുമെന്ന് നിങ്ങൾ കരുതേണ്ട. വരുന്ന തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഓർക്കുന്നു, പിണറായിക്ക് ഭരണം കിട്ടി, ഭരണ തുടർച്ചയുണ്ടായാൽ തനിക്ക് പ്രതിപക്ഷത്തിരിക്കാം എന്ന് കരുതിയെങ്കിൽ നിങ്ങളെ തെറ്റി. കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത അവസ്ഥ ഇവിടെ ജനങ്ങൾ ഉണ്ടാക്കും. ഇതിൻ്റെ പിന്നിൽ നിന്നോടൊപ്പം നിന്ന ആ ആലപ്പുഴ കോവാലൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയ ഇതിനകത്തെ കൂട്ടാളികളെ എല്ലാം ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഇവന്മാർക്കെല്ലാം നാണംകെട്ട പരാജയം ജനങ്ങൾ ഉറപ്പുവരുത്തും. മിഷൻ 60യുടെ 17ാം ദിനമായ ഇന്ന് ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം തുടരുകയാണ്. വി.ഡി. സതീശൻ്റെ പിണറായി സർക്കാരിന് മൂന്നാമതും വരുവാനുള്ള ആ പരവതാനി വിരിക്കൽ ആ പരിപാടിയുടെ ഭാഗമായി രാഹുലിനെ ഒതുക്കിയ വിഷയത്തിൽ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ പ്രതികരണങ്ങൾ തുടരുകയാണ്. i2 ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുന്നു. ലിജോ എന്നാണ്, കണ്ണൂരിന്നാണ്. ഇതിനകത്ത് കളിക്കുന്നത് മൊത്തം ബീഡി തന്നെ, ബീഡി, കാജാ ബീഡി. ഇനി അപ്പൊ അടുത്ത തവണ കോൺഗ്രസ് മന്ത്രിസഭ വന്നാലും ഇങ്ങേർക്ക് എന്ത് കിട്ടുകയില്ല, മുഖ്യമന്ത്രി പദം കിട്ടുകയില്ല. അതിനുവേണ്ടി ഇങ്ങേരൊപ്പിച്ച ഒരു പരിപാടി, ഞാൻ തിന്നില്ലെങ്കിൽ ആരും തിന്നണ്ട, ഞാൻ പ്രതിപക്ഷത്ത് ഞാൻ നല്ല തുണിച്ചിരുന്നോളാം, പ്രതിപക്ഷ നേതാവായിട്ടിരുന്നോളാം. ആ ഒരൊറ്റ കാര്യം, മുഖ്യമന്ത്രി സ്ഥാനം എന്തായാലും ഇങ്ങനെ കിട്ടത്തില്ല, അത് മറ്റേ പുള്ളി കൊണ്ടുപോകും. അത് സാമാന്യമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. മറ്റേ പുള്ളി കൊണ്ടുപോകും, കേസി കൊണ്ടുപോകും. കേസിയും നിന്നണ്ട, ആരും നിന്നണ്ട. അപ്പം ഒരു പാവപ്പെട്ട ഒരു ചെറുക്കനുണ്ട് രാഹുല്, അവനെ എങ്ങനെയും ഒതുക്കി, അവനെ ആ കൂടെ ഒതുക്കുകയും വേണം. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം രാഹുലാണെങ്കിലോ ഒരു എതിരാളിയായിട്ട് വരുന്നത്, അടുത്ത പ്രാവശ്യം എനിക്ക് ഈ പ്രാവശ്യം എന്തായാലും എനിക്ക് കിട്ടുകയില്ല, ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം എനിക്ക് കിട്ടിയാലോ. അന്നേരം ഇപ്പം രാഹുലിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് കയറ്റി വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ചിലപ്പം ആ സ്ഥാനത്തോട്ട് ചിലപ്പോൾ രാഹുൽ വരാം. കാരണം ഒരു വർഷം കൊണ്ടേ, അതിനിടയ്ക്ക് ആ ഒരു വർഷം കൊണ്ട് വളർന്നു വരാൻ പറ്റിയ നേതാവാണ് രാഹുൽ. ഇല്ലേ, ഈ സതീശനെ ചവിട്ടിത്താത്താൻ പറ്റുന്നൊരു നേതാവാണ് രാഹുൽ. അതേപോലെ ഷാഫിയൊക്കെ. ഇവൻ വീട് എന്ത് ചിന്തിച്ചു, ഇത് തന്നെ ഈ പ്രാവശ്യം എന്തായാലും കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുകയില്ല, അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ വീണ്ടും പ്രതിപക്ഷത്തിരിക്കാം, അപ്പം ഞാൻ തന്നെ പ്രതിപക്ഷ നേതാവ്. ഇതാണ് ഇവന്റെ ചിന്ത. രാഹുലിന്റെ അതേ വയസ്സേ എനിക്കുള്ളൂ, ഒരു 35-36 വയസ്സേ എനിക്കുള്ളൂ. അതുകൊണ്ടാണ് കൃത്യമായിട്ട് പറയുന്നത്. ഇനിയിപ്പം അടുത്ത ഒരു കാര്യം കൂടെ പറയാം. ഇനി രാഹുൽ തെറ്റ് ചെയ്തു, പക്ഷെ അത് തെറ്റല്ല. ഒരു 36 വയസ്സുള്ള ഒരാളെന്ന രീതിക്ക് ഞാൻ ഒരു കാര്യം പറയാം, കൃത്യമായിട്ടും പറയാം, രാഹുൽ ചെയ്ത് തെറ്റല്ല. രണ്ടുപേരുടെ സമ്മതത്തോടെ അവരെവിടെയെങ്കിലും ഹോട്ടലിൽ പോയി റൂം എടുത്ത് രണ്ടുപേർക്കും ഓക്കെ ആണോ, അവർ പോയി ചെയ്തു, പ്രേമമായിരുന്നു, ഗർഭമായി, അത് അലസിപ്പിക്കാന്ന് അവർ രണ്ടുപേരും കൂടെ തന്നെയാണ് തീരുമാനിക്കുന്നത്. ആ ഒരു കാര്യം ആ പറയുന്ന മറ്റവർ മരമുറി ഇറക്കി വിട്ടേ ആ പറയുന്ന വോയിസിൽ തന്നെ ഉണ്ട്. നമ്മൾ ഇങ്ങനെ അല്ലല്ലോ തീരുമാനിച്ചത്. ഏത് പരിപാടി ഒപ്പിക്കുന്നതിന് മുന്നേ ഇനി ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ തീരുമാനിച്ചത് എന്താണെന്നുള്ളത് എൻ്റെ ഒരു ഇൻറ്റൻഷനാണ്, നമുക്കത് കളയാം എന്നുള്ളത് തന്നെയായിരിക്കും. അല്ലേ, അങ്ങനെയല്ലേ സ്വാഭാവികമായിട്ട് വേണ്ടത്. അതാ പറഞ്ഞേ, ഈ രാഹുലിൻ്റെ ഒക്കെ വയസ്സ് തന്നെ ചേട്ടാ ഇരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്. ഇതായിരിക്കുമല്ലോ നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ഒരു കാര്യം. എടി ഇങ്ങനെ പോലെ നമുക്ക് ഇതാക്കാം, ഇനിയിപ്പോൾ എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ നമുക്കത് കളയാം എന്നുള്ളതായിരിക്കും. അതാണ് രാഹുൽ കൃത്യമായിട്ട് എടുക്കുന്നത്. നമ്മളിങ്ങനെ അല്ലല്ലോ നമ്മൾ ഇതിന് മുന്നേ തീരുമാനിച്ച് വെച്ചിരുന്നതെന്ന് ചോദിക്കുന്നതിൻ്റെ കാര്യം അതാണ്. അന്നേരം അവനെ വിഷമപ്പെടുത്തി അവനെ കൊണ്ട് പറയാതെ പറയിപ്പിക്കും, കൊല്ലുന്നുള്ള കാര്യം. അത് ഈ പറയുന്ന സാധാരണക്കാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറയാം, നമ്മളെ ഈ i2 വിളിക്കുന്നത് അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെയാണ്. അവർക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ എന്നെ പോലെയുള്ള ആ പ്രായത്തിലുള്ള, അത് ചിലപ്പോൾ വിളിക്കുമ്പോൾ അവർ ഒരു കാര്യം പറയാം, ഈ ഒരു എൻ്റെ ഒരു പ്രായത്തിലുള്ള ആൾക്കാർ അധികം വിളിക്കില്ല. കാര്യം എന്നാ അറിയോ, വേറൊന്നുമല്ല, ഇനിയിപ്പോൾ അടുത്ത എൻ്റെ നിലയ്ക്കായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഏത് അപ്പച്ചന്മാരും അമ്മച്ചിമാരും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പിന്നെ എത്രത്തോളം ചെയ്യാൻ പറ്റും അത്രയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ എല്ലാവരും സപ്പോർട്ടുണ്ട്, പക്ഷെ ആർക്കും വിളിച്ച് പറയാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ അവർ ചിന്തിക്കുന്നത് ഇതാ, ഇവനെ അത്രേ ഒരു പിന്നെ മെയിൻ സ്ഥാനത്തിരിക്കുന്ന ഒരാളെ ഇങ്ങനെയായിരുന്നു, പിന്നെ നാളെ ഞാൻ വല്ലതും വിളിച്ച് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ എൻ്റെ പേരും ഇതെല്ലാം കൂടെ പുറത്ത് വന്നിട്ട് ലാസ്റ്റ് ഈ പറയുന്ന കുറെ കള കോൺഗ്രസ്സുകാരും എല്ലാം കൂടെ കൂടി
ബാക്കി തന്നെ ഈ രാഹുൽ എന്തായാലും നിയമസഭയിൽ വരണം. അത് യുവാക്കള് ഇറങ്ങി പുറപ്പെടാത്തത് ഇപ്പം കാണുന്നില്ലേ, നേപ്പാളത്തെ അവസ്ഥ കാണുന്നില്ലേ, യുവാക്കൾ ഇറങ്ങി പുറപ്പെട്ടാ എങ്ങനെ ഇരിക്കും എന്നുള്ളത് അതിവരാരും മനസ്സിലാക്കുന്നില്ല. ഈ പറയുന്ന പ്രസ്ഥാനം പോലും ഉണ്ടാവില്ല, കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം പോലും ഉണ്ടാവുകയില്ല. സാറേ, ഞാൻ തൊടുപുഴയെന്ന് വിളിക്കണതേ. എൻ്റെ പേര് സുശ്രീന. ഞാൻ 62 വയസ്സുള്ള ഒരു അമ്മയാണ് സാറേ. ഇത് എന്തിനാ സാറേ ആ കൊച്ചിനിട്ട് ഇങ്ങനെ ഇവർ പന്ത് കെട്ടുമ്പോൾ ഈ ചെന്നിത്തലയും ഇവനെല്ലാം കൂടെ എടുത്ത് തട്ടണത് സാറേ? ഇതിന് തീരുമാനം ഉണ്ടാക്കാൻ ആരെക്കൊണ്ട് സാധിക്കില്ലേ? അല്ല, ഇവനൊക്കെ എന്തിനാ പാവം കൊച്ചങ്ങളെ ഇട്ട് തട്ടണത്? ഈ 3 പിള്ളേരെ ഇവർ ഇറക്കി വിട്ട് നാട്ടിലേക്ക് നാട് ജയിക്കുമെന്ന് പറയും. ഞാൻ എൻ്റെ 2ാമത്തെ തലമുറ, ഞാൻ കോൺഗ്രസ്സുകാരിയാണ്. ഞാൻ ഇന്ന് വരെ ജനിച്ച അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങൾ കോൺഗ്രസിൽ നിന്ന് വളർന്നും കോൺഗ്രസിൽ നിന്ന് ജയിച്ച് വളർന്നിട്ട് വോട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ ഞങ്ങൾ. എന്തിനാ ഈ മക്കളെ ഇട്ട് ഇങ്ങനെ തട്ടണത്? എനിക്കും ഉണ്ട്, ഈ പ്രായമുള്ള മക്കളുണ്ട് സാറേ. എന്തിനാ ഇമാരെ തട്ടണത്? ഇമാരെ ഞങ്ങളെപ്പോലുള്ള തള്ളമാർക്ക് വിട്ടു തട്ടോ. ഇമാരെ കഴുത്തി ഞങ്ങൾ വെട്ടിയെടുക്കാം. ഇമാരെ എന്തിനാ ഇങ്ങനെ വിട്ടേക്കണത്? ഈ നാട്ടിലൊരു നിയമമില്ലേ? ഈ തള്ളമാർക്ക് വിട്ടു തട്ടന്മാരെ ഞങ്ങൾ കൈകാര്യം ചെയ്തു തരാം. ഞങ്ങൾ ഇറങ്ങേണ്ട വന്നാൽ ഞങ്ങൾ ഇറങ്ങും സാറേ. എനിക്ക് കാല് വള്ളാതെ ഞാൻ എൻ്റെ കുടുംബത്തിൽ കയറിക്കേണ്ട 1 മാസത്തോളമായി. എന്നാലും ഇതെല്ലാം ഞാൻ ഇത് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് TV ഒന്നുമില്ല, ഞാൻ ഈ മൊബൈലിലാണ് കാണുന്നത്. ഇതെല്ലാം ഞാൻ കണ്ടും കേട്ടിരിക്കുന്നത്. പക്ഷെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ ആ കൊച്ചിൻ്റെ കാര്യം ഓർക്കുമ്പോൾ എന്തിനാ ഇല്ലാത്ത ഗർഭം എന്തിനാ ഉണ്ടാക്കണോ? ഇമാരുണ്ടാക്കിയ ഗർഭമായിരിക്കും, ഇമാരെ ഏക്കട്ടെ. ഇമാരുണ്ടാക്കിയ ഗർഭമായിരിക്കുള്ളൂ, അല്ലാതെ ആ കൊച്ചുണ്ടാക്കിയ ഗർഭമായിരിക്കില്ല. അത് ആ കൊച്ചിന് മുഖത്ത് നോക്കും പറയാൻ പാടില്ലേ? ഒരു തറവാട്ടിൽ പെടുന്നൊരു കൊച്ചാന്നുള്ള വരും. ഇവരെ കണ്ണെന്നെ വേറെല്ലോടത്തോണോ? ഈ നാടിനൊക്കെ ഇനി വിട്ടു തരട്ടെ, കാരണന്മാർക്ക് വിട്ടു തരട്ടെ, ഞങ്ങളെപ്പോലെ തള്ളമാർക്ക് ഇനി വിട്ടു തരട്ടെ. ഞാൻ ബാലേന്ദ്രൻ എന്ന് പറയും, നാട്ടോ മൂലയുടെ കോട്ടയത്ത്. ഇതൊക്കെ എന്നാ തെമ്മാടിത്തര ഇവര് കാണിക്കുന്നത്? ഈ സതീശനെയൊക്കെ വെളിയിലാക്കണ്ടേ? ഇത്ര തെണ്ടിത്തരമൊക്കെ കാണിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഉമ്മൻചാണ്ടിയുടെ കൂടെ 11 വയസ്സുള്ളപ്പോൾ ഞാൻ കൂടിയതാ. എനിക്ക് 67 വയസ്സായി. പക്ക ഒരു കോൺഗ്രസ്സുകാരനാണ്. ഇപ്പോഴും ഇങ്ങനെയൊക്കെ ആയി പോയി കഴിഞ്ഞാൽ എന്നാ ചെയ്യും? നശിപ്പിക്കുകയല്ലേ ഇതെല്ലാം. ഈ കോൺഗ്രസ് നല്ലൊരു അവസരമല്ലായിരുന്നു നമുക്ക് പിടിച്ചെടുക്കാനും ഭരണം കിട്ടാനും. ഇവൻ സതീശനുണ്ടല്ലോ, പിണറായിയുടെ കാശ് മേടിച്ചിട്ടാ പിണറായിയുടെ കൂടെ കൂടിക്കൊണ്ട് തെണ്ടിത്തരം കാണിക്കുക. തെണ്ടി ഗാന്ധി ജയന്തിയൊക്കെ വരുമ്പോൾ ഞങ്ങൾ അവിടെ മൂലയെടുത്ത് നാട്ടകം ഗസത്തിന്റെ അവിടെ അവൽപ്പൊതിയും എന്തെല്ലാം വിതരണം ചെയ്ത് ഞങ്ങൾ അവിടെ പക്ക മാർക്കറ്റുകാരായിരുന്നു. അവിടെ ഞങ്ങളെല്ലാം കോൺഗ്രസിന്റെ നല്ലൊരു നിലപാടാക്കിയതാ. എനിക്കിപ്പോൾ 67 വയസ്സായി. ഞാൻ കരുണാകരൻ്റെ കൂടെയും AK ആന്റണിയുടെ കൂടെ ദിവാങ്കാല ഉമ്മൻചാണ്ടിക്ക് സോഡാക്കുപ്പി കയറി വരുമ്പം നെഞ്ചും പിരിച്ച് നിന്നിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. ആ സതീശനെ പോലെയുള്ള തെണ്ടിയുണ്ടല്ലോ, ദൂരെ കളയണം. ഇവൻ എന്നാ പാവിച്ച ഇവനെ ഉണ്ടല്ലോ, അവൻ പിണറായിയുടെ കൂടെ പോയി സദ്യ ഉണ്ടില്ലേ? ആരെങ്കിലും കാണിക്കുന്ന ഒരു പ്രതിഭാസം ഇതാ. ഇത്രയും വൈരാഗ്യത എന്തെല്ലാം രീതി. ഇതിപ്പം പിണറായിയുടെ കൂടെ കൂടിക്കൊണ്ട് അവിടെ മകളുടെ പ്രശ്നവും അവിടെ പിണറായിയുടെ കുടുംബത്തെ എല്ലാം തീർക്കണമെങ്കിൽ സതീശനെ പിടിച്ചെങ്കിലേ ഉള്ളൂ. സതീശന് കോടിക്കണക്കിന് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ രമേശ് ചെന്നിത്തലയ്ക്കൊക്കെ ഉണ്ടല്ലോ, രമേശ് ചെന്നിത്തല ബാബുചാഴിക്കാരനും ഞാൻ കരിക്കും വെള്ളം വെട്ടി എൻ്റെ മക്കളും കൊടുത്ത് ഞാനും കൊടുത്താണ് അവരെ പറഞ്ഞിട്ട് ആ ഇടി വെട്ടുന്ന ഇവിടെ വെച്ച്. അന്നോലുള്ളൊരു 11 വയസ്സുള്ള ഒരു കോൺഗ്രസ്സുകാരനാണ് ഞാൻ. ഉമ്മൻചാണ്ടിയുടെ കൂടെ 11 വയസ്സുള്ളപ്പം കൂടിയതാ. ആ പിള്ളേരൊക്കെ അന്ന് കൊച്ച. എന്നെ അറിയാൻ മേല ഞാനൊരാവശ്യത്തിനും ആരുടെ അടുത്തും പോയിട്ടുമില്ല, ഒരു കോൺഗ്രസ്സുകാരൻ്റെ അടുത്തും. തിരുവഞ്ചൂർ എന്ന് പറഞ്ഞാൽ എൻ്റെ ചേട്ടനെ പുള്ളിക്ക് അറിയാം, എന്നെ കണ്ടറിയാം. നമ്മൾ ഇത്രയൊക്കെ പാർട്ടിക്ക് കഷ്ടപ്പെട്ടിട്ട് ഇത്ര തെണ്ടിത്തരം കാണിക്കുക എന്ന് പറഞ്ഞാൽ ഈ സതീശൻ ആരാ? എൻ്റെ കുടുംബത്തെയാണോ കോൺഗ്രസ്? അല്ല അവിടെ അവൻ്റെ തന്തയുടെ മുതലാണോ? സാറേ, ഇത് പത്തിയൂരിൽ നിന്ന് തങ്കച്ചനാണ്. 60 വയസ്സുണ്ട് എനിക്ക്. 5ാം വയസ്സ് മുതൽ ഞാൻ രാഷ്ട്രീയപ്രവർത്തനം നടന്നിട്ട് കോൺഗ്രസ്സുകാരൻ. എനിക്ക് വളരെ പ്രയാസവും ദുഃഖവും തോന്നുന്നത് ഈ രാഹുൽ മാവട്ടെ എന്തിന് അവര് ഇത് ചെയ്ത്. അങ്ങനെയാണെങ്കിൽ ഈ കേരളത്തിലെ ഈ മന്ത്രിമാര് 4 പേര് എത്രയോ പേര് ഇതിലുണ്ട്. അപ്പൊ അവരെയൊക്കെ അവര് പുറത്താക്കട്ടെ. ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതൽ രമേശ് ചെന്നിത്തല ഞാൻ കയ്യുടെ വെള്ളക്കൊണ്ട് നടന്ന KSU മുതൽ 27ാമത്തെ വയസ്സിൽ അയാള് ഗ്രാമവികസന വകുപ്പ് മന്ത്രിയായി. എൻ്റെ വീടിന്റെ തൊട്ടപ്പുറമാണ്, എൻ്റെ കായംകുളവും അരിപ്പാടുമാണ്. ഇദ്ദേഹത്തിനെ ഇത്രയും വളർത്തി വലുതാക്കിയ കോൺഗ്രസ് എപ്പോഴും അധികാരത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരാളാണ്. അപ്പം ഇദ്ദേഹം എന്താണ് ഈ ചെയ്തത്? ഈ പാർട്ടിക്ക് വേണ്ടി എന്ത് ഗുണം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്? ഇത്രയും കാലം ഈ രാഹുൽ മാങ്കൂട്ട് ചെയ്തത് എന്താ തെറ്റാണ്? പാർട്ടിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തിട്ടുണ്ട്? ഓട്ടെ, തെറ്റുണ്ടെങ്കിൽ അയാളെ ശിക്ഷിക്കണം. 100% എൻ്റെ മനസ്സിലാകത്തില്ല. ഞാനൊരു ദൈവവിശ്വാസിയാണ്.
അയാൾ തെറ്റുകാരനാണെങ്കിൽ അയാളെ ശിക്ഷിക്കുന്നതിനകത്തിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ആ കാര്യത്തില്. അയാൾ തെറ്റുകാരനല്ല എന്ന് പല വോയിസുകളും കേൾക്കുന്നുണ്ട്, പല വീഡിയോകളും വരുന്നുണ്ട്. എന്നിട്ട് പോലും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും അതോടൊപ്പം തന്നെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് അയാളെ ഇത് ചെയ്ത്, അങ്ങനെയാണെങ്കിൽ CPM-നകത്ത് എത്ര പേരെ മാറ്റണം? അപ്പൊ ഈ രമേശ് ചെന്നിത്തലയും VD സതീശനുമാണോ ഇവിടുത്തെ രാഷ്ട്രീയം? കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്ന, എന്റെ കുടുംബത്തില്, ഞാനൊരു ക്രിസ്ത്യൻ സമുദായത്തിൽ ഞാൻ പറയല്ലോ 100 വോട്ടോളോ എന്റെ കുടുംബത്തിലത് ഈ പ്രാവശ്യം വോട്ട് ചെയ്യാൻ പോത്തില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ രാഹുലിനെ വിളിക്കണം, 15-ാം തീയതി രാഹുല് അവിടെ ചെല്ലണം, അവർക്ക് ഫുൾ സപ്പോർട്ട് ചെയ്യണം. അതല്ല എങ്കിൽ ഈ പാർട്ടിയിൽ നിന്ന് രാജിവെക്കാൻ വരെ പോവുകയാണ്. പക്ഷെ വോട്ട് ചെയ്യാൻ പോകത്തില്ല, വേറെ പാർട്ടിക്കകത്ത് പോകാൻ പറ്റത്തില്ല. എന്റെ ചങ്കോട് ചേർത്തായിട്ടൊരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ബഹുത്തായ പ്രസ്. എനിക്ക് നഷ്ടങ്ങളേ ഉണ്ടായിട്ടുള്ളൂ ഈ പാർട്ടിക്കകത്തില്. ഞാൻ ഗൾഫിലായിരുന്നു ജോലി, 13 വർഷക്കാലം ഗൾഫിൽ ജോലി ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം ഹരിതാ ബാബുവിന് വേണ്ടി വോട്ട് ചെയ്യാൻ വന്ന 1,30,000 രൂപ എനിക്ക് പോയി കിട്ടിയത്. VD സതീശൻ 5 പ്രാവശ്യം MLA ആയില്ലേ, ഒരു പ്രതിപക്ഷമായില്ലേ, അയാൾ മുഖ്യമന്ത്രി ആകേണ്ട ഒരാളുവാ. പക്ഷെ ഇനിയും അയാളെ പോലെ ഉള്ളവനെ മുന്നോട്ട് കൊണ്ടുപോയ ഈ പാർട്ടി ശരിയാകത്തില്ല. ഈ പാർട്ടി നന്നാകണം. ഈ പാർട്ടിയാണ് നെഞ്ചോട് ചേർക്കുന്ന പല ആൾക്കാരും, പല എന്ന് പറഞ്ഞ് നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഞങ്ങളെ പോലുള്ളവരൊക്കെ കോൺഗ്രസ് വീഴണമെങ്കിലേ മരിക്കണം, ഞങ്ങളുടെ കുടുംബവും മരിക്കണം. പക്ഷേ ഇവനൊക്കെ കാണിക്കുന്ന തോന്നി ഇവനൊക്കെ രമേശ് ചെന്നിത്തല 1 മാസം മുമ്പ് വിളിച്ച പറഞ്ഞു ഓസ്ട്രേലിയയിലാണ്. ഇയാൾ ഓസ്ട്രേലിയയിൽ പോകാൻ എന്താ കാരണം? പോട്ടെ, ആ ഫോൺ എടുത്ത് സംസാരിക്കണ്ടേ? എന്നിട്ട് തിരിച്ചു വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, VD സതീശനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഇതൊക്കെയാണോ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഒരു വലിയ മഹത്വം? ഈ പെണ്ണിനെ വെച്ചുകൊണ്ട് അയാൾ എന്തെല്ലാം ചെയ്തു അതൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ. പക്ഷേ അതൊക്കെ അതവരുടെ കാര്യം, അത് അവരുടേതായ ഒരു നീതിയും ന്യായവും വേണം ഇവിടെ. നീതിയും ന്യായവും ഇവിടെ എന്തായാലും ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്നില്ല. BJP ആയാലും CPM ആയാലും ഇവിടെ നടത്തുന്നില്ല. അപ്പം അതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാ പറയുന്നത്. ഈ നീതിയും ന്യായവും നോക്കണം. ഈ പാർട്ടിക്കകത്ത് തള്ളണമെങ്കിൽ എന്തിനു തള്ളി, അവനെ എന്തിനാണ് തള്ളിയത്? ഞാൻ രാഹുലിനെ ഇന്നലെ വിളിച്ചപ്പോൾ PA എടുത്തത് അയാൾക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, പുറത്തിറങ്ങാൻ പറ്റുന്നില്ലെന്ന്. ഈ നാണം കെട്ട രാഷ്ട്രീയം. അയാൾ തെറ്റുകാരനാണ്, ഞാൻ ഇപ്പോഴും പറയുന്നത്, രാഹുൽ മാങ്കൂട്ടിൽ തെറ്റുകാരനാണെങ്കിൽ അയാളെ ശിക്ഷിക്കട്ടെ, അത് ഏറ്റവും വലിയൊരു നല്ലതായിരിക്കുക. പക്ഷെ അയാൾ തെറ്റുകാരനല്ല. ഇതേവരെ ക്രൈംബ്രാഞ്ച് പോലും ഇല്ലേ പോലീസ് പോലും അന്വേഷിച്ചിട്ട് ഇതേവരെ ഒരു കാര്യവും കണ്ടെത്താത്ത ഇദ്ദേഹത്തിനെ തിരിച്ചെടുക്കണ്ടേ ഈ പാർട്ടിക്കകത്തില്? 15-ാം തീയതി അയാൾ നിയമസഭ വരണം, അതിന് VD സതീശൻ ചെയ്തേ പറ്റൂ. അത് എന്റെ ഒരാഗ്രഹമാണ്. എന്നെ പോലെ ആയിരക്കണക്കിന് ആൾക്കാർ ഞാൻ ചിന്തിക്കുന്നുണ്ട്. എന്റെ പേര് ബാബു എന്നാണ്, ഞാൻ ആലുവയാണ്. ഞാൻ കോൺഗ്രസ്സുകാരനാണ്. ഈ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, അതിനായിട്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ കൊച്ചു 15 തെറ്റ് ചെയ്തേ, എനിക്കൊന്നും മനസ്സിലാവുള്ള ആരെ തെറ്റ് ചെയ്യാത്ത നല്ല വളർന്നു വന്നൊരു പയ്യനല്ലേ അത്. ആ പയ്യനെയൊക്കെ വളർത്തിക്കൊണ്ടിരുന്നേ ഈ രമേശ് ചെന്നിത്തലേനും മറ്റേ VD സതീശനൊക്കെ ഞാൻ നേരത്തെ അറിയാം. VD സതീശനൊക്കെ എന്ത് ചെയ്യണമെന്ന് പറയാം. അവൻ ഇവിടെ താമസിക്കുന്ന ദേശത്താണ് VD സതീശൻ. എനിക്കറിയാമുള്ള VD സതീശനൊക്കെ വെറുതെ നിന്ന് ജയിച്ചു പോരുകയും ചെയ്യണം. എന്തെന്നൊക്കെ അവനെ കാണിക്കണേ. രമേശ് ചെന്നിത്തലൊക്കെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞവിടെ അവരൊക്കെ എന്ത് കോൺഗ്രസ്സുകാരാണ് അവരൊക്കെ. ഒരു നല്ല ഒരു പയ്യനല്ലേ, എന്ത് കാര്യവും തുറന്നു പറയണേ. ഒരു പെണ്ണ് 3 വർഷമായിട്ടും പെറ്റിട്ടില്ലേ, ഒടുവിലുള്ളു 3 വർഷം കഴിഞ്ഞാലും. എന്തെന്നാ ഇവര് പറയണേ? ഈ കമ്മ്യൂണിസ്റ്റുകാർക്കില്ല ഇത്രയും വിഷമം, ഇവർക്കാണുള്ള വിഷമം കൂടുതൽ. ഈ രമേശ് ചെന്നിത്തലയ്ക്കും ഈ VD സതീശനൊക്കെ ആ കൂടുതലുള്ള ഷിഗാസും ബാബുത്തിനങ്ങാടിയും ഒക്കെ എന്റെ അടുത്ത് വന്നിട്ട് യൂത്ത് കോൺഗ്രസിന് പിള്ളേരെ വേണമെന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഇവരൊക്കെ. എനിക്ക് കണ്ടിട്ട് എനിക്ക് ശരിയായിരുന്നു. ഞാൻ അധികം സംസാരിക്കണതാ. ആ പയ്യനൊക്കെ ഒന്ന് വളർത്തുവാനുള്ള നല്ല നിങ്ങളുടെ ന്യൂസ് നല്ല ന്യൂസാണ് കേട്ടോ. എറണാകുളത്ത് നിന്ന് വിളിക്കുന്നത്. എന്റെ പേര് മാത്യു. ഈ മാങ്കുട്ടത്തിന്റെ വിഷയത്തില് നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി ഈ ഭരണം മുടിച്ച് തേച്ച് കഴി വെച്ചേക്കണ്ട, നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ സമയത്താണ് ഇങ്ങനെ ഒരു നല്ലൊരു അനുകൂല സാഹചര്യം ഉണ്ടായപ്പോ ഇവരിത് കലക്കി കളഞ്ഞത്. ഇവര് ശരിക്കും പിണറായിയുടെ B ടീം തന്നെയാണ് സാറ് പറഞ്ഞതുപോലെ തന്നെ. എന്താന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുവോ? ഇത്ര അനുകൂലമായ ഒരു സാഹചര്യത്തിൽ കൊണ്ട് ഇത് കലക്കി കളയോ? അപ്പൊ ഇവർക്ക് ഭരണം വേണമെന്നില്ല, ഇവർക്ക് വീതം കിട്ടിക്കൊള്ളുമല്ല. ജനങ്ങളല്ലേ കഷ്ടപ്പെടണത്, ഇവർക്ക് പ്രയാസമൊന്നുമില്ലല്ലോ. അപ്പൊ ഇത് ഭയങ്കര കള്ളപ്പണിയാണ് ഈ കാണിക്കുന്നത് മുഴുവൻ. അതുപോലെ തന്നെ ഈ ടീം തന്നെയാണല്ലോ മറ്റേ ഉമ്മൻചാണ്ടിനെയും നശിപ്പിച്ചത്. ശരിക്കും രണ്ടാമത് തുടർഭരണം കിട്ടേണ്ട കേസാണത്. അതിന് മാത്രം വികസന പ്രവർത്തനങ്ങളും ആണ് ചെയ്തിരിക്കുന്ന അയാള്. എന്നിട്ട് അദ്ദേഹത്തെ നശിപ്പിച്ചത് ഇവന്മാര് തന്നെ.
ഇപ്പൊ ഇവൻ പൊങ്ങി വന്ന കണ്ടപ്പോഴത്തേക്ക് അത് അവനെ നശിപ്പിക്കാനുള്ള പരിപാടിയാണ്. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്ക്. ജനങ്ങൾ എന്ത് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന സമയമാണ്, അപ്പോഴാണ് ഈ കലക്കിയിരിക്കുന്നത്. എന്ത് ചെയ്യുമെന്ന് പറയാൻ ഉറങ്ങാൻ പറ്റണില്ല. ഈ മനസ്സിലേക്ക് ഒരൊറക്കമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇവന്റെ കാര്യങ്ങൾ മനസ്സിലേക്ക് വരും, രാഹുലിന്റെ വിഷയം. അപ്പോഴത്തേക്ക് നമുക്ക് ഉറങ്ങാൻ തന്നെ പറ്റണില്ല. ആലോചിച്ചു, അത്രയ്ക്ക് സഹികെട്ട് നിൽക്കണമാണ് മനുഷ്യര്. പണിയില്ല, വേലയില്ല, ജീവിക്കാനും നിർത്തിയില്ല. ഇപ്പോഴും ഈ മാസം വെള്ളത്തിന് കരം കൂട്ടിയിരിക്കും. വെള്ളത്തിന് കൂട്ടും, അയാൾക്ക് കാശ് വേണമെന്ന് തോന്നിക്കഴിയുമ്പോ വാട്ടർ ചാർജ്, അല്ലെ കറണ്ട് ചാർജ്, ഭൂനികുതി എന്ന് വേണ്ട സർവ്വതിന് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അയാൾക്ക് തോന്നുമ്പോ കൂട്ടി. മറ്റത് 5 കൊല്ലം കൂടുമ്പോഴാണ് ഒന്ന് കൂട്ടുന്നത്, അല്ലെ ഒരു കൊല്ലത്തിലാണ് കൂട്ടുന്നത്. ഇതങ്ങനെയല്ല, തോന്നുമ്പോ അങ്ങോട്ട് കൂട്ടുക. എന്നാൽ ഇത് വല്ലതും ചോദിക്കുക ഇവന്മാർക്ക് നേരമുണ്ട? അതൊന്നും അവര് പരിഗണിക്കുന്നില്ല. അവർക്ക് വീതം കിട്ടുമല്ലോ. പിന്നെന്താ, അവിടെ കൊള്ളയടിച്ചാൽ അതിന്റെ വീതം ഇവിടെയും കിട്ടും. പിന്നെ അവർക്ക് എന്ത് നോക്കാനാണ്? ജനങ്ങൾ വെറും മണ്ടന്മാരാക്കുന്ന പണിയാണ് ഇവന്മാരി കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അന്നത്തെ പ്രശ്നത്തില് ആ തിരുവഞ്ചൂരും സുധീരനും ഒക്കെ ഉള്ള ആൾക്കാരാണ്. അവരെയും കൂടി ഒന്ന് പ്രൊജക്ട് ചെയ്ത് കാണിക്കണം ഈ അവസരത്തില്. എന്താ വെച്ചാൽ ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കട്ടെ. എല്ലാരും മറന്നുപോകും. ചിലർ ഈ ന്യൂസ് ഒന്നും നോക്കൂലേ, അപ്പൊ അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും പിടിപാടുണ്ടാവില്ല. ഏതായാലും സാറിന്റെ ചാനൽ ഇത് ചെയ്യുന്നുണ്ട്. വളരെ അഭിനന്ദനങ്ങൾ. സാറേ, ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് വിളിക്കുക. എന്റെ പേര് ലളിത. സാറേ, ഈ വയസ്സന്മാരെല്ലാം എടുത്തു കളഞ്ഞിട്ട് പുതിയ തലമുറയെ കൊണ്ടുവരണേ സാറേ. ഇത്രയും നല്ലൊരു മിടുക്കനായ ഒരു യുവ നേതാവിനെ ഔത്തുങ്ങളെല്ലാം കൂടെ ഒതുക്കി വെക്കുമല്ലയോ? അവന്മാരെല്ലാം നല്ലവരാണോ സാറേ? അവന്മാരുടെ അതിലും തെറ്റും കുറ്റമല്ലേ? പിന്നെ പാപമില്ലാത്ത കല്ലെറിയട്ടെന്ന് പറഞ്ഞു ഉമ്മാര് പോയി നേരത്തെ പോയി കല്ലെറിയട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഒത്തിരി വിഷമമുണ്ട് കേട്ടോ. നല്ല പയ്യൻ രാഹുല്, ഷാഫി എല്ലാം ചെറുപ്പക്കാർ വരുന്നു. പേര് മണിലാല്, ആലപ്പുഴ ഇല്ല. ഈ രാഹുലിനെ ഇങ്ങനെ ഈ താറടിച്ച് കാണിക്കുന്ന എന്തുവാ സാറേ എല്ലാരും കൂടെ ചെയ്യുന്നത്? വെറും പാവം പിടിച്ച ഒരു ചെറുക്കനല്ലേ ഇത്. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സ്ഥാനത്ത് അവൻ വന്ന് കോൺഗ്രസിനെ ഉണർത്തി കൊണ്ടുവന്ന എനിക്കിപ്പോ 62 വയസ്സുണ്ട്. ഈ 62 വയസ്സിന്റെ ഇടയ്ക്ക് സാറേ ഞാൻ കോൺഗ്രസ്സുകാരനാ. പക്ഷെ ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു 10-12 വർഷം കൊണ്ട് ഉണന്ന് വന്ന ഇപ്പൊ ഈ രാഹുൽ വന്നണൊക്കെയാ. ഉണന്ന് ജനങ്ങൾ കാണാൻ തുടങ്ങിയത്. ആ രാഹുലിനെ ഇങ്ങനെ എല്ലാരും കൂടെ താറടിച്ച് കാണിച്ചാൽ എങ്ങനെയാ സാറേ? സാറ് ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. അല്ല ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകനാ പണ്ട് മുതലേ. ഇപ്പൊ 62 വയസ്സുണ്ട് എനിക്ക്. പക്ഷെ ആ കുഞ്ഞിനെ ഇട്ട് എല്ലാരും കൂടെ ഇട്ട് പന്ത് കെട്ടുന്ന പോലെ തട്ടുക. പന്ത് കെട്ടുന്ന പോലെ. വിഷമം കൊണ്ട് പറഞ്ഞു പോകുന്ന വിഷമം കൊണ്ട് ആ ഒരു കുഞ്ഞ് എനിക്കും ഉണ്ട് മക്കള്. പക്ഷെ അതിനായിട്ട് പന്ത് കെട്ടുക അവരെല്ലാം കൂടെ, എല്ലാവരും കൂടെ ചേർന്നു. ഈ VD സതീശനും രമേശ് ചെന്നിത്തലയും ഇവരും എല്ലാം കൂടെ വെറും പന്ന തൊഴിലാവന്മാര് കാണിക്കുന്നത്. വെറും പന്നന്മാരെന്ന് പറയാൻ വെറും പന്നന്മാര്. ഒരു കുഞ്ഞ് വളർന്നു വരുന്ന ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരേണ്ട ചുമതല ആർക്കാ? തന്തയ്ക്കും തള്ളയ്ക്കും ഉള്ള സാറേ. പന്ന ഒന്ന് ശ്രദ്ധിക്കണ്ടേ? വളർന്നു വരുന്ന കുഞ്ഞിനെ നമ്മൾ അടിച്ച് വീണ്ടും തറയിലോട്ട് ഇരുത്തുക എന്ന് പറഞ്ഞാൽ അതിനെ മേപ്പോട്ട് വളർത്തി കൊണ്ടുവരണ്ടേ സാറേ? വിഷമം കൊണ്ട് പറഞ്ഞു പോകുന്ന സാറേ. വിഷമം നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന പോലെ നമ്മൾ വളർത്തും അവനെ കണ്ടത്. പക്ഷെ ഇവന്മാരെല്ലാരും കൂടെ ഉണ്ടല്ലോ അതിനെ ആ കുഞ്ഞിനെ നശിപ്പിച്ച്. കായംകുളത്തിനടുത്ത് രാമപുരത്തൊന്ന് കളിയാണ്. പേര് രാജൻ വർഗീസ്. എനിക്കിപ്പോ 70 വയസ്സുണ്ട്. ഞാൻ ജനിച്ച വീണ് 4 വയസ്സുള്ളപ്പോഴായിരുന്നു വിമോചന സമരം. ജാഥ വരുന്നു. ജാഥയുടെ ക്യാപ്റ്റൻ എന്നോട് പറയുന്നു, മോൻ വീട്ടിൽ ചെന്ന് പറയണം കോൺഗ്രസിനെ വോട്ട് ചെയ്യാവൂ. എനിക്ക് 4 വയസ്സായിരുന്നു. 70 വയസ്സായി. അന്ന് ഇന്നും കോൺഗ്രസ് തന്നെ. ഈ വൃത്തിയായിട്ട് അതിശയം നാറി ഈ പാവപ്പെട്ട ചെറുക്കനെ ഇത്രമാത്രം ആക്ഷേപിച്ച് മാർക്സ് പാർട്ടിയായിട്ട് ചേർന്ന് വിടനാറുടെ ഒരു കോടി രൂപയും വാങ്ങി ഇത്രയും കോൺഗ്രസിന്റെ ഭാവി നശിപ്പിച്ച് ആകെപ്പാടാണ്ട് ഇപ്പം യൂട്യൂബിൽ വന്നിരിക്കുന്നു. രാഹുല് രാഷ്ട്രീയം വിട്ടിട്ട് ബ്യൂട്ടി പാർലർ ഉണ്ട്, ആ രംഗത്തേക്ക് മാറുകയാണ്. രാഷ്ട്രീയം വിടുകയാണ്. ഈ മനുഷ്യൻ ഞങ്ങൾക്ക് വേണം. ഈ മനുഷ്യനെ രാഹുലിനെ ഞങ്ങൾക്ക് വേണം. കോൺഗ്രസ് തന്നെ ഞങ്ങൾക്ക് വേണം. രാഹുലിനെ ഞങ്ങൾക്ക് വേണം. കോൺഗ്രസ് തന്നെ സജീവ പ്രവർത്തകനാണ് മണ്ഡലത്തിന്. എനിക്ക് രാഹുലിനെ വേണം. രാഹുലിനെ രാഷ്ട്രീയം വിട്ടു പോകരുത്, തമ്മിൽ സ്ഥാനം വിട്ടു പോകരുത് രാജിവെക്കുന്നത്. എനിക്ക് എന്റെ രാഹുലിനെ വിടരുത്.
വൃത്തികേടും എല്ലാം കാണിച്ച് നടക്കുന്ന ഈ സതീശനാണോ അടുത്ത യുഡിഎഫ് അധികാരത്തിലെത്തിയായിരുന്നു മുഖ്യമന്ത്രി? ആറ്റിന് കൊള്ളാത്ത വൃത്തികെട്ട നായി. അവന് സംസാരിക്കാനും അറിയാവോ? പൂച്ച കരയണം, പി 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 എന്ന് കരയുന്നത്. എന്നിട്ട് ആ ഒരു ചർച്ചകളിൽ ഒത്തിരിക്കുമ്പോൾ എന്തൊരു സന്തോഷമെന്നറിയാവോ? സാറേ, ഞാൻ മസ്കറ്റിൽ നിന്ന് ബിജു ആണ് സാറേ. ഈ VD സതീശൻ എന്താ സാറേ കാണിക്കുന്നത്? ഇന്നും സാറിന്റെ ന്യൂസ് കേട്ടിരുന്നു. അവന്റെ നിലപാട് എന്തോ ആണ്. സഹപ്രവർത്തകനെ അവനെ പിരിച്ചുവിട്ടിട്ടാണെന്നോ ഇവൻ നിലപാട് പറയേണ്ടത്? രാഹുൽ മാങ്കൂട്ടത്തിൽ 15-ാം തീയതി നമ്മുടെ നിയമസഭാ സമ്മേളനത്തിന് പോവുകയും വേണം, പാലക്കാട്ടും പോകണം. അടുത്ത വർഷം കോൺഗ്രസ് പാർട്ടി ഇവനെ തിരിച്ചെടുത്തില്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് കോൺഗ്രസ് ചെയ്യും. ഞാനും ശക്തമായ ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്. ഇപ്പൊ മസ്കറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് PT തോമസ് KSUവിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ ഇവരുടെ ഇപ്പോഴത്തെ നിലപാടൊക്കെ കണ്ടിട്ട് വളരെ പ്രയാസം തോന്നുന്നു. കോൺഗ്രസ് പാർട്ടി രാഹുലിനെ തിരിച്ചെടുത്തില്ലെങ്കിൽ പോലും പാലിക്കുക. അടുത്ത വർഷം രാഹുലിനോട് തന്നെ നമ്മൾ പറഞ്ഞ് പറവൂര് മത്സരിപ്പിക്കണം, പറവൂരും അരിപ്പാട്ടും മത്സരിപ്പിക്കണം. ആർക്കും നിലപാടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇത് കാണിക്കുന്നത്? വളരെ മോശമാണ്. ഞാൻ എല്ലാ സ്ത്രീകളുടെയും സംസാരങ്ങൾ എല്ലാവരും കേൾക്കുന്നുണ്ട്. വളരെ പ്രയാസമാണ്. സാറ് ശക്തമായിട്ട് പ്രതികരിക്കുക, മുന്നോട്ട് പോവുക. എന്റെ പേര് ജാസ്മിൻ എന്നാണ്. ഞാൻ രാജസ്ഥാനിലെ ജയ്പൂർ എന്ന സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്. താങ്കളുടെ ചാനൽ ഞങ്ങൾ എപ്പോഴും കാണാറുണ്ട്. വളരെ നല്ല സപ്പോർട്ട് രാഹുലിന് കൊടുക്കുന്നതിൽ ഒരുപാട് നന്ദി. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ഒരു കാര്യം ചർച്ച ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ വന്ന ഓഡിയോ ക്ലിപ്പിനകത്തൂടെ സംസാരിക്കുന്ന ആ പെൺകുട്ടിയുടെ, അത് നിങ്ങൾ തന്നെ വെളിപ്പെടുത്തിയ ഒരു കാര്യം, എല്ലാവർക്കും ഇപ്പം മനസ്സിലായ ഒരു കാര്യം തന്നെയാണ്. ആ പെൺകുട്ടി സംസാരിക്കുന്നത് രാഹുലിനെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കുകയാണ്. ഞാൻ ഇന്നത് തന്നെ ചെയ്യും. അയാളൊരു ഇമോഷണൽ ആയിട്ട് പറയുന്നത്, അതായത് നമ്മൾ മനുഷ്യർക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യം, നമ്മൾ ഇമോഷണൽ ആകുമ്പോൾ പല കാര്യങ്ങളും സംസാരിക്കും. അപ്പൊ അയാളെ പറയിപ്പിക്കാനായിട്ട് ചില ക്വസ്റ്റ്യനുകൾ ചോദിച്ച് അയാളെ കൊടുക്കാനായിട്ട് റെക്കോർഡ് ചെയ്ത ഒരു സംഭവമാണ് ഈ റെക്കോർഡിങ്സിലൂടെ കേട്ടിട്ടുള്ളത്. പിന്നെ ഈ സതീശൻ പ്രതിപക്ഷ നേതാവിനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളിക്ക് ഇതിൽ കൈയുണ്ടെന്ന് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും നോക്കുന്നത്. ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഇങ്ങനെ ഇരുന്ന് പറയുന്നതല്ലാതെ പുള്ളി വെളിയിലോട്ട് ഇറങ്ങി ആൾക്കാരെ സഹായിക്കുകയോ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൂടെ നിൽക്കുകയോ ചെയ്യുന്നില്ല. ഇപ്പൊ രാഹുലും ഷാഫിയും ഒക്കെ വന്നതിന് ശേഷമാണ് ശരിക്കും കേരളത്തില് കോൺഗ്രസ് എന്നൊരു പ്രസ്ഥാനം മുന്നോട്ട് കുറച്ച് നന്നായിട്ട് വരാൻ തുടങ്ങിയത് തന്നെ. അതുപോലെ മാത്യു കുഴൽനാടൻ MLA, ഷാഫി പറമ്പില്, രാഹുല്, അൻവർ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ചെറുപ്പക്കാരായ ആൾക്കാർ മുന്നോട്ട് വരണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. നമ്മളിപ്പം രാഷ്ട്രീയത്തിൽ ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരൊന്നും അല്ല. ഇപ്പൊ കേരളത്തിന് വെളിയിൽ താമസിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ കേരളത്തിൽ നടക്കുന്ന ഈ കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഇന്ത്യ തന്നെയാണ് നല്ലതെന്ന് നമുക്ക് തോന്നാറുണ്ട്. ഇലക്ഷനൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അറിയത്ത് പോലുമില്ല. ജസ്റ്റ് ആ ദിവസം ഒന്ന് പോയി നമുക്ക് താല്പര്യമുള്ള പാർട്ടിയിൽ നമുക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മൾ വോട്ട് ചെയ്തിട്ട് വരുന്നു എന്ന് മാത്രം. അല്ലാതെ നാട്ടിലെ പോലെ ഭയങ്കര ബഹളമോ കാര്യങ്ങളോ ഒന്നും ഞാനൊരു 10-20 വർഷം കൊണ്ട് നോർത്ത് ഇന്ത്യ താമസിക്കുന്ന ഒരാളാണ്. ഇതുവരെ ഞങ്ങൾ അങ്ങനെയൊന്നും കണ്ടിട്ട് പോലുമില്ല. പക്ഷെ നാട്ടിൽ ആ ഒരു ഭയങ്കര ഒരു ക്രേസാണത്. ആ ഒരു ഇത് മുതലെടുത്തുകൊണ്ട് രാഷ്ട്രീയക്കാര് കേരളത്തിൽ ഭരണം നടത്തുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. കുറെ അണികള്, കുറെ ആൾക്കാര് ഇങ്ങനെ ഞങ്ങളുടെ പുറകെ നടക്കാനുണ്ട് എന്ന് തോന്നുന്നത് കാരണം മാത്രം ഈ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന നേതാക്കളാണ് കൂടുതലും. അല്ലാതെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി വരുന്ന നേതാക്കളൊന്നും അല്ല. പിന്നെ രാഹുൽ MLA ആയിട്ട് തന്നെ ഇരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുപോലെ ഷാഫിയും, പിന്നെ നമ്മുടെ ചാണ്ടി ഉമ്മൻ, ഒരുപാട് നല്ല 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 ചെറുപ്പക്കാരാണ്. അവരെ തന്നെ മുന്നോട്ട് കൊണ്ടുവരണം എന്നാണ് നമ്മുടെ ആഗ്രഹം കേട്ടോ. പിന്നെ നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരുപാട് നല്ല കാര്യം. നിങ്ങൾ ഇതെല്ലാം വെളിച്ചത്ത് ആൾക്കാർക്ക് മനസ്സിലാകാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കുന്നതിലൂടെ ഒരുപാട് ആൾക്കാർക്ക് ഇതെല്ലാം കള്ളത്തരങ്ങളെല്ലാം അവരുടെ പൊളിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ VD സതീശന്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ പെൺകുട്ടിയും ഇയാളും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട്. അതാണ് ഏറ്റവും വലിയൊരു അയാൾക്ക് ഇത്ര ചൂടായിട്ട് അയാൾ നിൽക്കുന്നത്. പിന്നെ ഈ യുവ നേതാക്കളൊക്കെ വെളിയിലോട്ട് ഇറങ്ങി അടിയും കൊണ്ട് തല്ലും കൊണ്ട് പോലീസിന്റെ അടിയെല്ലാം കൊണ്ടിട്ട് നടക്കുമ്പോഴത്തേന് ഇയാൾ വെറുതെ കൈയും കെട്ടി മുണ്ടും മടക്കി കൂട്ടി ചുളുങ്ങാത്ത ഷർട്ടും ഒക്കെ ഇട്ട് നടക്കുന്നല്ലേ ഉള്ളൂ. ആൾക്കാർ ഇതെല്ലാം കണ്ടോണ്ടല്ലേ ഇരിക്കുന്നത്. ഇപ്രാവശ്യം അവർക്ക് കോൺഗ്രസിന് ഭരണം വേണമെന്നുണ്ടെങ്കിൽ ഈ ചെറുപ്പക്കാരെ മുന്നോട്ട് കൊണ്ടുവന്നേ പറ്റുള്ളൂ. അവരെ സപ്പോർട്ട് ചെയ്യുക. കേരളത്തിൽ ഉള്ള ആൾക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് ഇവിടെ വന്ന് അവിടെ വോട്ട് ചെയ്യാനുള്ള സാഹചര്യമില്ല. ഞങ്ങൾക്ക് നാട്ടിലുള്ള ആൾക്കാരോട് പറയാനുള്ളത് രാഹുലിനെ എങ്ങനെയും വെളിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്.
പിന്നെ രാഹുലിനോട് പറയാനായിട്ടുള്ള ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ കേൾക്കുന്നുണ്ടെങ്കിൽ ആണെങ്കിൽ പറയാനുള്ള ഒരു കാര്യം, ഈ സത്യാവസ്ഥ എന്താണെന്നുള്ളത് പുള്ളി ഒന്ന് വെളിപ്പെടുത്തുക. ഒന്നിലെ 15-ാം തീയതി വരെ കാക്കുക, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും ആൾക്കാരുടെ മുന്നിൽ വന്ന് സത്യാവസ്ഥ പറയുക, തെളിയിക്കുക എന്നുള്ളത് രാഹുലിന്റെ ഒരു കടമയാണ്. രാഹുൽ അത് ചെയ്യണം. ഇല്ലെങ്കിൽ വെറുതെ ആൾക്കാർ ഇങ്ങനെ നമ്മളിങ്ങനെ ക്യാമ്പയിൻ ചെയ്ത് പോയിട്ട് കാര്യമില്ല. ഇവര് റിപ്പോർട്ടർ ചാനല് ഒരുപാട് ഫേക്ക് ന്യൂസുകൾ കൊണ്ടുവരുന്നുണ്ട്. ഓരോ ദിവസം എന്തോ വലിയ ഒരു ചെറിയ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അവരത് ഭയങ്കര പൊലിപ്പിച്ച് ഭയങ്കര വലിയൊരു ന്യൂസാക്കി, ബ്രേക്കിംഗ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആ പോക്സോ കേസിലുള്ള അയാൾ എന്തുകൊണ്ട് ഇപ്പോഴും ചാനലിൽ ഇരിക്കുന്നു? അയാൾക്ക് അതൊന്നും പറയാനുള്ള ഒരു അധികാരം പോലുമില്ല. അയാളൊരു കുട്ടിയുടെ പോക്സോ കേസിൽ പെട്ട ഒരാളാണ്. അതുപോലെ തന്നെ അവരുടെ ചാനലിൽ ഒരു പെൺകുട്ടി കൊടുത്ത കേസ് ഇതുവരെ അതിനെപ്പറ്റി അവരൊരു റിപ്പോർട്ട് നടത്തുകയോ ഒരു ചർച്ച നടത്തുകയോ അല്ലെങ്കിൽ അയാൾക്ക് എന്ത് സംഭവിച്ചു, ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും അവരുടെ സ്വന്തം ചാനലിൽ നടന്ന കാര്യം പോലും വെളിപ്പെടുത്താൻ അവർ തയ്യാറാകുന്നില്ല. അപ്പൊ ഈ ഒരു ചെറുപ്പക്കാരന്റെ പുറകെ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറകെ ഇത് നടക്കുന്നത് എന്താന്ന് വെച്ചാൽ ജസ്റ്റ് ഇതൊരു പുള്ളിയെ പുറത്താക്കാനുള്ള ഒരു കളി തന്നെയാണ്. മറ്റേ ചാണ്ടി ഉമ്മൻ അവിടെ മത്സരിച്ച സമയത്ത്, നമ്മുടെ പുതുപ്പള്ളിയിൽ മത്സരിച്ച സമയം മുതലാണ് ശരിക്കും ഞങ്ങളൊക്കെ ഇവിടെ രാഹുലിനെ ശരിക്കും കാണാൻ തുടങ്ങിയത് തന്നെ. ആ സമയത്ത് എന്തൊരു തീപ്പൊരി പ്രസംഗങ്ങൾ കൊണ്ട്, പ്രസംഗം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പ്രസംഗിച്ചു പോകുക എന്നുള്ളതല്ല, കാര്യകാരണ സഹിതം നിരത്തി നല്ല അറിവുള്ള ഒരു ചെറുപ്പക്കാരനാണ് രാഹുൽ. അപ്പൊ ആ ഒരു നന്മയും അറിവും ഒക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാഹുൽ മുന്നോട്ട് വരിക. രാഹുൽ ഒരിക്കലും പുറകോട്ട് പോകാൻ പാടില്ല. അതാണ് ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.